കേട്ടോ. നമസ്കാരം എല്ലാവർക്കും. എന്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്ര 3-4 വീക്സ് ആയി ഈ വീട്ടിൽ. ആ 3-4 വീക്സിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു കുറെ പ്രാവശ്യം മനുഷ്യരും പക്ഷെ ഈ കുറ്റങ്ങളുടെ ഒരു കുറവില്ല ഈ വീട്ടില്. കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അനീഷേട്ടൻ. പക്ഷെ ഞാൻ വിചാരിച്ചു 3-4 ടൈംസ് അടുപ്പിച്ച് ഇയാൾ പോയി ഇയാൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെയാണ്. ചിലപ്പോ നമ്മള് അറിയാണ്ട് ഇയാള് വിചാരിച്ച ഇയാളെ ഒറ്റപ്പെടുത്തിയാലോ ഒരു വർഷം കൂടി ജയിലിൽ വിട്ടിട്ട് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഈ പ്രശ്നം ഞാൻ ഇടുന്നില്ല. പക്ഷെ എന്റെ പൊന്നോ ആൾക്കാരെ ഞാൻ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ എന്റെ തല പൊട്ടാറായിപ്പോ. അമ്മാതിരി തെറ്റിദ്ധരിപ്പുകൾ ഇയാൾ ചെയ്യണത്. ഇപ്പോ വളച്ചു പിടിക്കുന്ന എക്സ്ട്രീം ഇയാൾ പിടിച്ചിരിക്കണത്. വളച്ചപ്പിടുത്തിന്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ 1 എക്സ്ട്രീം. നമ്മൾ വേറെ ആൾക്കാരെ കുറ്റം പറയാൻ വളച്ചു പിടിക്കാൻ അതൊക്കെ ഒന്നല്ല വളച്ചുപിടുത്തൽ. ഇതാണ് വളച്ചുപിടുത്തൽ. ഇമാതിരി കള്ളൻ എന്ന് പറഞ്ഞ ഈ വീട്ടിൽ ഞാൻ പറയണത് അനീഷേട്ടന് അല്ലാത്ത വേറെ ആരും ഇല്ല കള്ളൻ. കൺസേൺ പറയണെങ്കിൽ ഞാൻ പറയാം കൺസേൺ. ഈ വീക്കിലത്തെ കൺസേൺ ഈ പറഞ്ഞ പോലെ ഷാനവാസിക്കടെ പണ്ടൊരു ടാസ്കിനിടയിൽ വിരൽ കടിച്ചിരുന്നു. അയാളുടെ ഈ തമ്പ് 2-3 വീക്ക് അവസ്ഥയായിരുന്നു ഷാനവാസിക്കടെ. അപ്പൊ അത് ചിലപ്പോ ഞാൻ വിചാരിച്ചു ടാസ്കിനിടയിൽ ഒരു മിസ്റ്റേക്ക് ആവാം. ചിലപ്പോ ഒരു ടീം ഗെയിം സ്പിരിറ്റിൽ പുള്ളി കടിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ സെയിം സാധനം പുള്ളി പിന്നെ ഒരു വേറെ ടാസ്കില് റിപ്പീറ്റ് ചെയ്തു. ഡോൾ പാവ വലിച്ച സമയത്ത് അക്ബറിനെ കൈ കയറി അങ്ങനെ ഒരെണ്ണം കടിച്ചു. നല്ലൊരു കടി കടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ അവന്റെ ചെപ്പൊക്കെ ഒരെണ്ണം അടിച്ചേനെ. പക്ഷെ ഞാൻ അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് തലയിലൊരു തോണ്ടൽ തോണ്ടി അടിച്ചു. അപ്പൊ തലയിലൊരെണ്ണം അടിച്ചു കൈ മാറ്റാൻ വേണ്ടി. അപ്പൊ ഈ വീട്ടിൽ 2ാമത്തെ പ്രാവശ്യം ഇയാള് വിരൽ കയറി കടിച്ചു. ഇത് എന്താണ് ബേസിക്കലി നിങ്ങൾ ഇത് ഫിസിക്കൽ അസോൾട്ട് ആണ്. അത് ആരും കാണാത്തയാണ്. ആരും ഇയാളുടെ ഇഷ്യൂസ് ഒന്നും പൊങ്ങാറില്ല. എന്താ കാരണം ഇയാളുടെ ഇഷ്യൂ ഈ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു, നിങ്ങൾ എന്നോട് അറ്റാക്ക് ചെയ്യുന്നു, നിങ്ങൾ എന്റെ അഗേൻസ്റ്റ് വരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞ വലിയ വലിയ ഇഷ്യൂകൾ. അതല്ലാത്ത ഞാൻ വെച്ചു പുള്ളി നല്ലോണം ഈ ടാസ്കിൽ പെർഫോം ചെയ്ത് ഈ പ്രാവശ്യം ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ എന്റെ മൈൻഡിൽ ഞാൻ ഗെയിമിന്റെ സമയത്ത് ഗെയിമും ഇഷ്യൂസ് സമയത്ത് ഇഷ്യൂ ഞാൻ മാറ്റി വെക്കാറുള്ളൂ. ഇല്ല എന്റെ മൈൻഡിൽ നല്ല തോന്നി ചിലപ്പോൾ ക്യാപ്റ്റൻസി വരുമ്പോൾ ഞാൻ അൻഷേറിനെ നോമിനേറ്റ് ചെയ്യും. പക്ഷെ ഇമാതിരി തെറ്റിദ്ധരിപ്പൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ പുള്ളിന്റെ 2ാമത്തെ സ്ഥാനം കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഇന്ന് വാഷ്റൂമിന്റെ ഇഷ്യൂ അനീഷേട്ടൻ സാബുവോട് പറഞ്ഞപ്പോൾ ഞാൻ ആ കോൺവെർസേഷനിലേ ഇല്ല. ഞാൻ ആ ബെഡിൽ ഇരിക്കുകയാണ്, അക്ബറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ക്യാപ്റ്റൻ വന്നിട്ട് എന്നോട് വന്ന് സംസാരിച്ചു, ആര്യൻ 1 മിനിറ്റ് ഇങ്ങോട്ട് വരുമോ, ആണോ അല്ലേ, യെസ് ഓർ നോ? യെസ്. അപ്പൊ ക്യാപ്റ്റൻ വന്നിട്ട് എന്നോട് സംസാരിച്ചു, ഒന്ന് വരുമോ ആര്യൻ ആ വാഷ്റൂമിൽ ആരോ ഫ്ലഷ് ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയത്തേക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഫ്ലഷ് ഉണ്ട്, മറ്റേ ആളെ ഞാൻ ഫ്ലഷ് ഉണ്ട്, എനിക്ക് പറയായിരുന്നു.